Hello everyone, let's do a quick get ready with me for a photo shoot. ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത് ലാഗ്രെ ബൊട്ടീക്കിൽ നിന്നുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൽവാറാണ്. ഫസ്റ്റ് എൻ്റെ സെബാമെറ്റിൻ്റെ ക്ലിയർ ഫേസ് ജെൽ ഞാൻ ഓൾ ഓവർ ദ ഫേസ് അപ്ലൈ ചെയ്യാണ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഫിസിയോ ജെൽ ഓൾ ഓവർ ദ ഫേസും അതേപോലെ തന്നെ കഴുത്തിലും നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഫ്രം അക്വാലോജിക്ക. അങ്ങനെ എൻ്റെ മേക്കപ്പിന് മുമ്പിൽ ബേസിക് സ്കിൻ റൂട്ടീൻ കഴിഞ്ഞു. ഞാൻ മേക്കപ്പിൽ ഫസ്റ്റ് ഇടുന്നത് ഒരു കൺസീലറാണ്. ഇത് ഡെർമേഡിയാണ്. വളരെ മിനിമൽ ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. എപ്പോഴും ഒരു മിനിമൽ ലുക്ക് വേണ്ടപ്പോൾ ഐ യൂഷ്വലി പ്രിഫർ ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ മോർ ദാൻ ദ ലിക്വിഡ് ഫൗണ്ടേഷൻ. ഇന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് NC40 എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് മാക്കിൻ്റെത്. നെക്സ്റ്റ് ആസ് യൂഷ്വൽ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡറാണ്. എൻ്റെ സ്കിൻ ടോൺ വിസിബിൾ ആവുന്ന രീതിക്ക് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ഈ പൗഡർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഐ ഷാഡോ ഫ്രം മൈ ഗ്ലാം. ആക്ച്വലി ആപ്ലിക്കേറ്റർ വെച്ച് അപ്ലൈ ചെയ്യുന്ന കേട്ടോ ഏറ്റവും നല്ലത്. പക്ഷേ സിൻസ് ഐ വാസ് ഇൻ എ റഷ് ഞാൻ കൈവച്ച് തന്നെ അപ്ലൈ ചെയ്തു. ഷുഗറിൻ്റെ കോണ്ടോർ പാലറ്റിൽ നിന്നുള്ള ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ കോണ്ടോർ ചെയ്യുന്നത്. ജോ ലൈനും അതേപോലെ തന്നെ എൻ്റെ നോസും. നെക്സ്റ്റ് ഞാൻ ഒരു ലിപ് പ്രൈമർ ഇടാണ്. അതും ഇറ്റ്സ് ഫ്രം മാക്. പിന്നെ എൻ്റെ ഐബ്രോസ് ഞാനൊന്ന് ഷേപ്പ് ചെയ്യാണ്. എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐബ്രോസ് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോബി ബ്രൗണിൻ്റെ ഒരു നാച്ചുറൽ ബ്രോ ഷേപ്പറാണ് ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോളോഡ് ബൈ ഇറ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനർ ഫ്രം മെബിലിൻ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫേസസ് കാനഡയുടെ ഇൻറ്റൻസ് ജെൽ കാജലാണ്. ആക്ച്വലി ഇത് നമ്മുടെ വാട്ടർ ലൈൻ എന്ന് പറയില്ലേ, അവിടെ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്ന് തൊട്ട് അപ്പോൾ നിറഞ്ഞു ഒഴുകും. അതാട്ടോ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി ഒരു എത്നിക് ലുക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് മിനിമലായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കാര്യം കൂടെ വേണം അല്ലേ? അതെ, മസ്കാര. ഞാനിന്ന് ആക്ച്വലി ലാഷസ് ഒന്നും തന്നെ വയ്ക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു വോള്യൂം ആൻഡ് ലെങ്ത് ഫീൽ ചെയ്യണം. സോ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് മാക്സിറ്റിൻ്റെ വോള്യൂം ആൻഡ് ലെങ്ത് മസ്കാരയാണ്. ഇനി അടുത്തത് ലിപ്സ്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ ഒരു ലിപ് ലൈനറാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ്. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് പ്ലമ്മിൽ നിന്ന്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ആക്ച്വലി ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ഡാട്ടോ. വളരെ നല്ലൊരു ഷെയ്ഡാണ്. എങ്ങനെയുണ്ട്? ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് റൂഷ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാലറ്റാണ് ഈ ഷുഗറിൻ്റെ വരുന്നത്. അതിനകത്ത് കോണ്ടോർ ഉണ്ട്, അതേപോലെ തന്നെ ബ്ലഷും പിന്നെ ഹൈലൈറ്ററും എല്ലാം ഉണ്ട്. സോ ഇതൊരു ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് വളരെ ഡൗട്ടായിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ ബിന്ദിയും അതേപോലെ തന്നെ എൻ്റെ ഹെയർ സ്റ്റൈലും. കുറേ ഞാൻ മാറ്റി നോക്കി. ബിന്ദി 1-2 മാറ്റി നോക്കി. അതേപോലെ ഹെയർ സ്റ്റൈൽ മുടി അഴിച്ചിരുന്നു, കെട്ടിവെക്കുന്നു. ഭയങ്കര ഡൗട്ടായിരുന്നു. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴും ഞാൻ ആക്ച്വലി ഹെയർ അയച്ചിട്ടിരിക്കുകയായിരുന്നു. ബട്ട് ദെൻ ഞാൻ പിന്നെ കെട്ടിവെച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആക്സസറീസ് ഇത് ബിഷ ഫാഷൻസ് അവരെനിക്ക് അയച്ചെന്ന ആക്സസറിയാണ്. ഞാനൊരു ചോക്കറും അതേപോലെ ഒരു സ്റ്റഡായിട്ടേക്കുന്നത് ഇത് വീണ്ടും മാറ്റി വെച്ച് പോട്ട്. പിന്നെ ഇത് ദുപ്പട്ട എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദുപ്പട്ടയുടെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിലും ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യണേ, എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. ലിപ്സ് കുറച്ചൊരു ബ്രൈറ്റ് ആയല്ലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ മനീഷ് മൽഹോത്രയുടെ ഒരു ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്തു. ഇതെൻ്റെ കേട്ടോ എൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. ഇത് ആക്ച്വലി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്കായിരുന്നു. ഫൈനൽ ലുക്ക് കാണണ്ടേ? ആൻഡ് ദിസ് ഇസ് ഇറ്റ്. ഇതായിരുന്നു എൻ്റെ സിമ്പിളായിട്ടുള്ള എത്നിക് വെയറിൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു മേക്കപ്പ് ടൂർ. ഇത് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മാത്രമേ എനിക്കെടുത്തുള്ളൂ, ഈ മേക്കപ്പും ഹെയറും എല്ലാം കൂടെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ പറയുന്ന പോലെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ടേക്ക് കെയർ, ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.